പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് സോഷ്യൽ മീഡിയ നിറയെ രായപ്പനെ സംബന്ധിക്കുന്ന വലിയ രൂപത്തിലുള്ള ചർച്ചയാണ്. അതെ, പൃഥ്വിരാജിനെ സോഷ്യൽ മീഡിയ ഇട്ട പേരാണ് രായപ്പൻ. അദ്ദേഹത്തിന്റെ സകലമാന സാമ്പത്തിക സോഴ്സുകളെ കുറിച്ചും അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ ഉയരുന്ന വാദം. ഐസിസുമായോ മറ്റ് തീവ്രവാദ സംഘടനകളുമൊക്കെയായോ പൃഥ്വിരാജിന് ബന്ധമുണ്ട് എന്ന രൂപത്തിലുള്ള ധാരാളം വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എമ്പുരാൻ എന്ന സിനിമയെ ചൊല്ലിയാണ് ധാരാളം ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. എമ്പുരാൻ സിനിമയുടെ പോസ്റ്റർ ഒരു പ്രാവശ്യമെങ്കിലും ഷെയർ ചെയ്തതിന് മാപ്പ് ചോദിക്കുന്നതായി BJP വക്താവ് യുവരാജ് ഗോകുൽ പറയുന്നു. അറിഞ്ഞിടത്തോളം ആഭ്യന്തരമന്ത്രി, ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെയാണ് സിനിമയിലെ വില്ലന്മാർ. നായകൻ ലഷ്കർ-ഇ തൊയ്ബയും 6 മാസം കുത്തിയിരുന്ന ഒറിജിനൽ സ്ക്രിപ്റ്റിൽ പണിയെടുത്ത വാര്യം കുന്നന്റെ ജീവിത ശൈലി അന്വേഷിച്ചാൽ അതിനൊരു ഉത്തരം കിട്ടേണ്ടതാണ്. മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് താരരാജാക്കന്മാരായി ജീവിച്ചവർക്ക് പോലും മുംബൈയിലെ പാലി ഹിൽ ഏരിയയിൽ ലക്ഷറീസ് അപ്പാർട്ട്മെന്റ് ഇല്ല. പക്ഷേ ഖാൻമാരും ബോളിവുഡ് ബിഗ്ഗികളും താമസിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഇയാൾക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു? അതിനുത്തരമാണ് എമ്പുരാനിലെ ചതി. ആ സിനിമയുടെ പോസ്റ്റർ ഒരു ദിവസമെങ്കിലും ഷെയർ ചെയ്തതിന് മാപ്പ് ചോദിക്കുന്നു, എടുത്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നും യുവരാജ് ഫേസ്ബുക്കിൽ പറഞ്ഞു. അതിനിടയിൽ എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനും കൂടിയായ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് രംഗത്ത് വരുന്നു. ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ജോർദാനിൽ കുടുങ്ങിയ ഇദ്ദേഹം അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത് എന്നത് അന്വേഷിക്കണമെന്ന് കെ ഗണേഷ് ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടു. ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ്. കുരുതിയും ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ് ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൊറോണക്കാലത്തെ ഈ അറേബ്യൻ ജീവിതത്തിനിടയിൽ IS ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങൾ പ്രേരിപ്പിക്കപ്പെട്ടതോ? പൃഥ്വിരാജ് ഇത്തരം ദേശവിരുദ്ധ ആശയങ്ങൾ തന്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കണം എന്നാണ് കെ ഗണേഷ് ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നത്. എമ്പുരാൻ സിനിമയുടെ കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാർ സംഘടനകളെയും പരോക്ഷമായി വിമർശിക്കുന്നതാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇതോടെ BJP സംഘപരിവാർ നേതാക്കളും ചിത്രത്തിനെതിരെ രംഗത്ത് വരികയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗണേഷ് അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ. അപ്പോ ഒരുപാട് അൽ-ഖ്വയ്ദയാണോ, ലഷ്കർ-ഇ തൊയ്ബയാണോ, ജെയ്ഷെ മുഹമ്മദ് ആണോ, ISIS ആണോ, താലിബാനാണോ തുടങ്ങി ഒട്ടനവധി ചർച്ചകളാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ആരുമായിട്ടാണ് ബന്ധം? അപ്പോ ISISുമായിട്ടാണോ, ലഷ്കർ-ഇ തൊയ്ബയുമായിട്ടാണോ, അൽ-ഖ്വയ്ദയുമായിട്ടാണോ, ആരുമായിട്ടാണ് നമ്മുടെ രായപ്പന് ബന്ധം? ഒരു ചലച്ചിത്രത്തെ രാഷ്ട്രീയമായി സമീപിക്കാതെ സാധാരണഗതിയിലുള്ള ഒരു കലാരൂപമായി സമീപിക്കണം എന്ന് പറയുന്ന ധാരാളം. ഇപ്പോൾ ഈ എമ്പുരാൻ സിനിമ വിവാദമായിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അങ്ങനെ അത് ഒരു കലാരൂപമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഈ ജനകീയമായ ഒരു മാധ്യമമാണ് സിനിമ, അതിനെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല തുടങ്ങിയ കാര്യങ്ങളാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ സിനിമ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുമോ എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കലാരൂപമാണ് സിനിമ, സംശയമില്ല. സ്വാധീനിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഒരു സിനിമ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാം, ഒരു പ്രതിസന്ധിയിലേക്ക് ചരിത്രം മാറ്റിയെഴുതുകയാണെങ്കിൽ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടേക്കാം. നേരത്തെ കാലപ്പാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ വന്നാലും ശരി, എമ്പുരാന്റെ ഒരു രംഗം ദേശവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു കാർഡ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ ഏത് കലാരൂപവും ഏതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യവും പുറത്തു കാണിക്കാൻ സാധിക്കൂ, അത് ആവിഷ്കരിക്കാൻ സാധിക്കൂ. ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്ന ഒരു വിഷയമാണ്, ഒരു സാധാരണ ഒരാൾക്ക് കാണേണ്ട വിഷയമല്ല. ഇത് പലപ്പോഴായി ജനങ്ങളിലേക്ക് സാമൂഹ്യമായി എത്തേണ്ട ഒരു കാര്യം തന്നെയാണ് സിനിമ. ആയിരക്കണക്കിന് ആളുകൾ കാണുന്നതാണ്. അതിൽ തെറ്റിദ്ധാരണജനകമായി നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള ഒരു നടപടികൾ ഉണ്ടാവുകയും വേണം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എമ്പുരാന്റെ ഒരു രംഗം നിയമവിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാർഡ്. സിനിമയിൽ പാകിസ്ഥാനിലെ ലഷ്കർ-ഇ തൈബ താവളത്തിൽ ഹിന്ദുസ്ഥാൻ വൃത്തികെട്ടതാണ് എന്ന് സയ്യദ് മസൂദിനെയും മറ്റ് യുവാക്കളെയും ലഷ്കർ-ഇ തൈബ മേധാവി മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്ന രംഗം ദേശവിരുദ്ധമാണ് എന്ന് പറയപ്പെടുന്നു. ഈ രംഗം ദേശവിരുദ്ധമായത് എന്തുകൊണ്ടാണ് എന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ആ സംഘടനയ്ക്കെതിരെ സിനിമ ഒന്നും പറയുന്നില്ല. ഗുജറാത്ത് കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട മസൂദ് റഹ്മാൻ തന്നെ പാകിസ്ഥാനിൽ എത്തുന്നത് വളരുമ്പോൾ അവരാണ്
ഉപനായകനായ പൃഥ്വിരാജിന്റെ കഥാപാത്രമായി മാറുന്നത്. ആ കഥാപാത്രം പിന്നെ മോഹൻലാലിനൊപ്പം കേരളത്തിൽ വിലസുന്നു. അതായത് ഭീകര സംഘടനയിൽ പരിശീലനം കിട്ടിയ ആൾ ഉപനായകനായി വാഴുന്നു. ഈ രംഗം ദേശവിരുദ്ധം അല്ല പറയണമെങ്കിൽ ഉപനായകൻ അതിൽ പരിശീലനം കിട്ടിയ ശേഷം അതിനെതിരെ പോരാടുന്ന ഒരു ദേശാഭിമാനിയാകണം. നിർഭാഗ്യവശാൽ അതല്ല എന്ന് ഒരു ഭീകരവിരുദ്ധ ചിന്താഗതി അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ ഒരു ഭീകര ഏജൻസിയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങളും ആ മതഭീകരതയുടെ തത്വങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഉപനായകൻ ഒരു സിനിമയിൽ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ദേശവിരുദ്ധം തന്നെയാണ്. രാജ്യവിരുദ്ധമായ ആശയങ്ങൾ അത് സിനിമയിൽ പ്രദർശിപ്പിച്ചാലും സിനിമയിലൂടെ പറഞ്ഞാലും സിനിമയിലെ സംഭാഷണങ്ങളുടെ ഭാഗമായാലും സിനിമ തന്നെയായാലും തീർച്ചയായിട്ടും അത് നിയമത്തിന് മുന്നിൽ വരേണ്ടതാണ്. ശക്തമായി വിമർശിക്കപ്പെടേണ്ടതും ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതും. ഇത്തരത്തിൽ ഒരു വ്യക്തി, അതായത് ഇവിടെ നിന്ന് ഈ ഗോത്ര കലാപത്തിന്റെ രക്ഷപ്പെട്ട് പാകിസ്ഥാൻ പോവുകയും അവിടുന്ന് ലഷ്കർ-ഇ-തൈബയുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ ഭീകരവാദം തലയ്ക്ക് പിടിച്ച വ്യക്തി കേരളത്തിൽ എത്തി. കേരളത്തിൽ അത് അത്തരത്തിൽ ഒരു ജീവിതം, അതായത് സാധാരണഗതിയിലുള്ള ജീവിതം നയിച്ചാൽ പോലും അത് ആ സിനിമയിലൂടെ ആവിഷ്കരിക്കുമ്പോൾ, ആ സിനിമയുടെ ഭാഗമാകുമ്പോൾ, ആ സിനിമയുടെ ഒരു ആശയത്തിന്റെ ഭാഗമാകുമ്പോൾ തീർച്ചയായിട്ടും അത് ദേശവിരുദ്ധം തന്നെയാണ് എന്നാണ് ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. അതിൽ ഉപനായക വേഷം കെട്ടിയ പൃഥ്വിരാജിന്റെ കഥാപാത്രമാണ് ഈ മസൂദ് എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് സൂചനകൾ. അതുപോലെ തന്നെ ദേശവിരുദ്ധത, ഹിന്ദുസ്ഥാൻ, ഭാരതം ഏറ്റവും വൃത്തികെട്ടതാണ്, ഏറ്റവും മോശമാണ് എന്നുള്ള ആശയം പേറിക്കൊണ്ട് ഒരാൾ ഒരു സിനിമയിൽ ആ കഥാപാത്രമായി സഞ്ചരിക്കുന്നതും കഥാപാത്രമായി ജീവിക്കുന്നതും തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിലും രാജ്യത്തെ ഭരണഘടനാ സംവിധാനങ്ങളുടെ മുന്നിലും തീർച്ചയായിട്ടും അത് നിയമവിരുദ്ധം തന്നെയാണ്, ദേശവിരുദ്ധം തന്നെയാണ്, ജനവിരുദ്ധം തന്നെയാണ്, സാമൂഹ്യ വിരുദ്ധം തന്നെയാണ് എന്നുള്ളത് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. അതിന് വേണ്ട നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എടുക്കണം. നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി എടുത്തുകൊള്ളൂ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇതിനകത്ത് പല തരത്തിലുള്ള ആശയങ്ങൾ കടന്നു വരുന്നുണ്ട്. എന്തായാലും ഒരു ചലച്ചിത്രം, നേരത്തെ വാരികുന്നൻ എന്ന ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പൃഥ്വിരാജ് ഇതുപോലെ ആരോപണ വിധേയനായതാണ്. അതും ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിലാണ്. ഇതും അതെ, ഈ ഗോത്രകലാപത്തേക്ക് വളച്ചൊടിച്ച് വെള്ളപൂശൊക്കെ തന്നെയാണ് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത് എന്നത് ദേശവിരുദ്ധതയുടെ മറ്റൊരു മുഖമായിട്ട് തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത്. സിനിമ വിജയിക്കുമോ, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമോ, ആൾക്കാർക്ക് കാണുമോ എന്നുള്ളതല്ല, അതിലൂടെ ഒരു ജനകീയ മാധ്യമത്തിലൂടെ ഒരു രാജ്യത്തെയും രാജ്യത്തിന്റെ തത്വശാസ്ത്രങ്ങളെയും ഭരണഘടനയും ദേശവിരുദ്ധതയും മതതീവ്രവാദത്തെയും ഒക്കെ തന്നെ ഇത്തരത്തിൽ ആവിഷ്കരിച്ച് കാണിക്കുന്നത് ഒരിക്കലും ഒരു സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇതുപോലെ പ്രബുദ്ധ മലയാളികൾ എന്ന് പറയുന്ന കേരള സമൂഹത്തിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം, പല ചിന്തകൾ ഉണ്ടാകാം. ഇതിനോട് നമുക്ക് സാധാരണക്കാർ യോജിക്കാൻ അല്പം പ്രയാസമാണ്. ഇതേസമയം ഈ സിനിമ റിലീസ് ചെയ്തതിന്റെ പിന്നാലെ നടനും സിനിമയുടെ സംവിധായകനുമായ പൃഥ്വിരാജിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നു എന്ന രൂപത്തിൽ മറ്റൊരു പ്രചാരണവും നടക്കുന്നുണ്ട്. പൃഥ്വിരാജിനെ കൂടാതെ അമ്മയും നടിയുമായ മല്ലികയ്ക്കെതിരെയും സംഘപരിവാർ അനുകൂലികൾ അശ്ലീല അധിക്ഷേപം നടത്തുകയാണ് എന്നാണ് പരാമർശം. ഗുജറാത്ത് വംശഹത്യയിലെ സംഘപരിവാർ ഇടപെടൽ തുറന്നു കാട്ടിയതാണ് പ്രകോപനത്തിന് കാരണമെന്ന് ആരോപിക്കപ്പെടുന്നു. മോഹൻലാലിനും സൈബർ ഇടങ്ങളിൽ അധിക്ഷേപം നേരിടേണ്ടി വരികയാണ്. മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണം, പൃഥ്വിരാജ് ഹിന്ദു വിരുദ്ധനാണ്, പാകിസ്ഥാനിലേക്ക് പോകണം തുടങ്ങിയ പരാമർശങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. പൃഥ്വിരാജ് മുസ്ലിമിന്റെ മകനാണെന്നും മല്ലികയുടെയും സുകുമാരന്റെയും മകനല്ലെന്നും പ്രചാരണം നടക്കുന്നുണ്ട്. മുതിർന്ന RSS നേതാവായ ജെ നന്ദകുമാർ, BJP നേതാവ് P രഘുനാഥ്, സംഘപരിവാർ സംഘടനാ നേതാക്കളായ RV ബാബു, പ്രതീഷ് വിശ്വനാഥ്, KP ശശികല, സംവിധായകൻ രാമസിംഹൻ, യുവമോർച്ച നേതാവ് ലിസിത പാലക്കൽ എന്നിവരും സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപ പരാമർശം നടത്തി എന്നാണ് ഇവരുടെ ആക്ഷേപം. സിനിമ കാണാൻ ആഴ്ചകളോളം കാത്തിരുന്ന് ആദ്യ ഷോയിൽ തന്നെ കയറി പറ്റിയ ആളുകളിൽ വലിയ ഒരു പങ്കും സംഘപരിവാർ അനുകൂലികളാണ്. എന്നാൽ സിനിമയിലെ രംഗങ്ങൾ കണ്ടതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ബഹിഷ്കരണ ആഹ്വാനം നടത്തുകയും ചെയ്തു. ഗുജറാത്ത് വംശഹത്യയിലെ സംഘപരിവാർ ഇടപെടൽ കാണിക്കുന്ന ഒട്ടേറെ സീനുകൾ ചിത്രത്തിലുണ്ടെന്നും ഗുജറാത്ത് വംശഹത്യയുടെ ഭാഗമായ നരോദ പാഠ്യ കൂട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ബജ്റംഗ് ദൾ നേതാവ് ബാബു ബജ്റംഗിയുമായി സാമ്യമുള്ള കഥാപാത്രമാണ് ചിത്രത്തിലെ വില്ലനായ ബാബ ബജ്റംഗ് എന്നുമാണ് ആക്ഷേപം ഉയരുന്നത്. നന്ദി.